തൃശൂരിലെ വ്യാജ വോട്ട് വിഷയത്തിൽ പ്രതികരണവുമായി കെ സുരേന്ദ്രൻ. ഇനിയും വോട്ട് ചേർക്കുമെന്നും ഇനിയും ജയിക്കുമെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേക്കുമായി പള്ളിമേടകളിൽ ഇനിയും പോകുമെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത്. വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതില്ലെന്നാണ് സുരേന്ദ്രന്റെ വാദം. സുരേഷ് ഗോപി തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിരുന്നു താനെന്നും എന്താണ് നടന്നതെന്ന് തനിക്കറിയാമെന്നും സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയായിരുന്നുവെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പാർട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നും തനിക്കറിയാം. ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായ മറുപടി ഉണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തേക്കിൻകാട് വന്ന സമയത്ത് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് BJP നിശ്ചയിച്ച കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും ഡ്രൈവറും സഹപ്രവർത്തകരും തൃശൂരിൽ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തത്. സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ജയിക്കില്ലെന്നായിരുന്നു അന്ന് LDFും UDFും പറഞ്ഞതെന്നും എന്നാൽ 70,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. 60,000 കള്ളവോട്ട് ചേർത്തെന്ന് ആരോപിക്കുമ്പോൾ അത് CPMനും കോൺഗ്രസിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെട്ടിത്തൂങ്ങിച്ചാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും വിഷയത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും MPമാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണെന്നും സുരേഷ് ഗോപി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണെന്നും അദ്ദേഹം 1% പോലും മറുപടി പറയേണ്ട കാര്യമില്ല എന്നുമാണ് സുരേന്ദ്രന്റെ വാദം. തൃശൂരിലെ വ്യാജ വോട്ട് വിഷയത്തിൽ ഉത്തരമില്ലാതിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ കള്ളവോട്ടുകൾ പിടിക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. തൃശൂരിലെത്തിയിട്ടും വിഷയത്തിൽ മന്ത്രി ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. തൃശൂരിലെ വ്യാജ വോട്ട് വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും. 6 വോട്ടിന്റെ കാര്യമായാലും 11 വോട്ടിന്റെ കാര്യമായാലും 70,000 വോട്ടിന്റെ അത്രയും വരില്ലല്ലോ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. സുരേഷ് ഗോപി പ്രതികരിക്കാത്തതെന്തെന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയമായി മറുപടി പറയേണ്ട കാര്യമില്ലെന്നും തീരുമാനമെടുക്കേണ്ടത് കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണെന്നും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.